ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് തിരുപ്പിറവി ആഘോഷങ്ങളിലേക്ക് കടക്കും. അർദ്ധരാത്രി നടക്കുന്ന തിരുക്കർമ്മങ്ങളോടെയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമാകുക. ഇന്ന് രാത്രി ദേവാലയങ്ങളിൽ പ്രത്യേക പാതിരാ കുർബാനയും പ്രാർത്ഥനകളും ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്മസ് ദിനത്തിലെ വാജ്പേയി ജന്മദിനാഘോഷത്തിൽ വിമർശനവുമായി ക്ലിമിസ് കാത്തോലിക്ക ബാവ ക്രിസ്മസ് ദിനത്തിന്റെ പ്രാധാന്യം തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമിസ് കാത്തോലിക്ക ബാവ പറഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചന്തു ചന്ദ്രശേഖറും കോഴിക്കോട് നിന്നും ആകാശ് തടത്തിലുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ചന്തുവിലേക്കാണ്. ചന്തു, എന്തായാലും ക്രിസ്മസ് രാവ് അല്പസമയം കൂടി ബാക്കിയുള്ളൂ ക്രിസ്മസിന്റെ രാത്രി ഉണരാൻ എന്നുള്ളതാണ്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ക്രിസ്മസ് ആഘോഷങ്ങൾക്കെല്ലാം തുടക്കമാകും. പക്ഷേ ദേവാലയങ്ങളിലൊക്കെ അതിന്റെ ചടങ്ങുകളും പ്രാർത്ഥനാ ശുശ്രൂഷകളും ഒക്കെ ഇപ്പോൾ ആരംഭിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുമുള്ള ക്രിസ്മസ് വിശേഷങ്ങൾ എങ്ങനെയാണ്? ക്രിസ്മസിനായിട്ട് തലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞോ? സ്വാതി, ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിലാണ്. ഇവിടെ പാതിരാ കുർബാനയും ഈ തിരുപ്പിറവിയുടെ പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷ കർമ്മങ്ങൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രത്യേക പ്രാർത്ഥനാ വിരുന്നുകൾ സംഘടിപ്പിക്കുന്നത്. നേരത്തെ പട്ടം സെൻറ് മേരി ായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ ക്രിസ്മസിനോടനുബന്ധിച്ച് നടന്ന പ്രത്യേക തിരുപ്പിറവി ശുശ്രൂഷകൾ അവസാനിച്ചിരിക്കുന്നു. അവിടെ മാർ ക്ലിമിസ് കത്തോലിക്ക ബാവയാണ് പ്രധാനമായും ഇത്തരത്തിലൊരു വിമർശനം പരോക്ഷമായി തന്നെ ഈ ക്രിസ്തുമസ് സന്ദേശവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. അതിൽ ക്രിസ്മസ് ദിനത്തിൻ്റെ പ്രാധാന്യം തകർക്കുന്നതിന് വേണ്ടി അനേകം പേർ ശ്രമിക്കുന്നുണ്ട്. അത്തരം പ്രവണതകൾ ഇല്ലാതാകണമെന്നതാണ് അദ്ദേഹം പരോക്ഷമായി വിമർശനം ഉന്നയിച്ചത്. എന്തായാലും അവിടെ തിരുപ്പിറവി ബന്ധപ്പെട്ട ശുശ്രൂഷകൾ ഇന്ന് അവസാനിച്ചിരിക്കുന്നു. നാളെ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സെൻറ് ജോസഫ് കത്തീഡ്രലിൽ അല്പസമയത്തിനകം തന്നെ ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കും. ഇത് മാത്രമല്ല CSI സഭയുടെ പള്ളികളുണ്ട്, അവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. മറ്റ് സഭകളുമായി ബന്ധപ്പെട്ട പള്ളികളിലൊക്കെ തന്നെ ഇത്തരത്തിൽ പ്രത്യേക പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ക്രിസ്മസ് പ്രതീക്ഷയുടെയും ഭയപ്പാടില്ലാതെയും ആശങ്ക ഇല്ലാതെയും ഉള്ള ഒരു ക്രിസ്മസായി മാറണമെന്ന ഒരു സന്ദേശമാണ് പൊതുവിൽ ഈ സഭാ അധ്യക്ഷന്മാരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. കാരണം കരോൾ സംഘത്തിന് നേരെ നടന്ന ആക്രമണങ്ങൾ ഉണ്ട്. ക്രൈസ്തവർ അതിൽ വളരെ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല രാഷ്ട്രീയപരമായി തന്നെ ആ വിഷയം മാറിയിട്ടുണ്ട്. ഇന്ന് പ്രതിപക്ഷമടക്കം ഇത്തരത്തിൽ നടക്കുന്ന ആക്രമണങ്ങളെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. ഇന്ന് BJP കാര്യാലയത്തിൽ അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്മസ് കരോൾ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു ആഘോഷ പരിപാടികളിലേക്ക് കടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഈ ഗുഡ് ഗവേണൻസ് ഡേ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുമായി ബന്ധപ്പെട്ട് ഗുഡ് ഗവേണൻസ് ഡേ ആയി ആദരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി പ്രവൃത്തി ദിനമായി പല സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന തന്നെ പല സംസ്ഥാനങ്ങളും ആചരിക്കുന്നുണ്ട്. നാളെ കേരളത്തിൽ ലോക് ഭവൻ പ്രവൃത്തി ദിനമാകുകയും നാളെ 10 മണിക്ക് ഈ ഗുഡ് ഗവേണൻസ് ഡേയുടെ ഭാഗമായി ചടങ്ങ് സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിലാണ് നേരത്തെ ക്ലിമിസ് കത്തോലിക്ക ബാവ വിമർശനം ഉന്നയിച്ചത്. ക്രിസ്മസിൻ്റെ ആ ഒരു ദിവസത്തെ പ്രാധാന്യം അത് തകർക്കുന്നതിന് വേണ്ടി പല വശങ്ങളിൽ നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വന്നത്. നേരത്തെ തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നാലും ക്രിസ്മസ് സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ ഒരു ഉത്സവമാണ്. ഈ ഭയവും ഈ ആശങ്കകളുമൊക്കെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ദൈവപുത്രൻ ജനിക്കുകയും അതിനെ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. അങ്ങനെ തന്നെയാണ് ക്രൈസ്തവർ ഇതിനെ ആഘോഷിക്കുന്നതും. അതിൻ്റെ ഭാഗമായി നേരത്തെ പട്ടം ദേവാലയത്തിലും നിരവധി വിശ്വാസികളാണ് ഈ തിരുക്കർമ്മ ശുശ്രൂഷകളുടെ ഭാഗമായി പങ്കെടുത്തത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സെൻറ് ജോസഫ് കത്തീഡ്രലിലും നിരവധി വിശ്വാസികൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ പാതിരാ കുർബാനയും മറ്റ് ചടങ്ങുകളും ഒക്കെ ആരംഭിക്കും. പ്രത്യേക ചടങ്ങുകളും ഒക്കെ തന്നെ ആരംഭിക്കും. നാളെ രാവിലെയും ഇതിനോട് അനുബന്ധിച്ച് പ്രത്യേക കുർബാന ചടങ്ങുകളും ദേവാലയങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ശരി ചന്തു, എന്തായാലും തലസ്ഥാന നഗരം ക്രിസ്മസിനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ദേവാലയങ്ങളിലെല്ലാം പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളുണ്ട് എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് ചന്തു നൽകിയത്. ഇനി കോഴിക്കോട് നിന്നും ആകാശ് തടത്തിലാണ് ചേരുന്നത്. കോഴിക്കോട്ടെ ക്രിസ്മസ് വിശേഷങ്ങളുമായിട്ടാണ് ആകാശ് ചേരുന്നത്. ആകാശ്, എത്രമാത്രം ആഘോഷഭരിതമാണ് ക്രിസ്മസ് കോഴിക്കോട്? സ്വാതി, ഈ ക്രിസ്മസിന് കോഴിക്കോടിനൊരു പ്രത്യേകതയുണ്ട്. കോഴിക്കോട് രൂപതയെ ആദ്യമായിട്ട് അതിരൂപതയാക്കി മാറ്റിയതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസാണ് കോഴിക്കോട് നടക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ദേവമാതാ ചർച്ചിലാണ്. ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. 10:45 കൂടി
ഇവിടെ കരോൾ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് തുടക്കം കുറിക്കും. പിന്നീട് ആർച്ച് ബിഷപ്പായിട്ടുള്ള വർഗീസ് ചക്കാലക്കൽ എത്തിയിട്ട് ചക്കാലക്കിൻ്റെ കാർമ്മികത്തിലാണ് ഇവിടെ പാതിര കുർബാന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. വിശ്വാസികളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അല്പസമയത്തിനകം കൂടുതൽ വിശ്വാസികൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞു. ഇനി വിശ്വാസികൾ വന്നാൽ മാത്രം മതി. ആദ്യം നടക്കുക കരോൾ ഗാനമാണ്. അതിനുശേഷമാണ് പിന്നീടുള്ള പാതിര കുർബാനയും പ്രത്യേക പ്രാർത്ഥനയും ഉൾപ്പെടെ ഈ ദേവമാത പള്ളിയിൽ വെച്ച് നടക്കുക. ഇതിൻ്റെ ഭാഗമായി നിരവധി വിശ്വാസികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് സാഹോദര്യത്തിൻ്റെ ഒരു ദിനമാണിന്ന്. അതിനാൽ തന്നെ ഇന്ന് എല്ലാ വിശ്വാസികളും ഇവിടേക്ക് എത്തിച്ചേരും. വർഗീസ് ചക്കാലക്കൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ കർമ്മങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നത്. കൂടാതെ തന്നെ ചർച്ചിലേക്ക് ഇപ്പോൾ തന്നെ നമുക്ക് കാണാം കുറച്ച് ആളുകളെല്ലാം എത്തിയിട്ടുണ്ട്. കുറച്ച് പേർ പുറത്ത് നിൽക്കുന്നുണ്ട്. കൂടാതെ തന്നെ പലരും ഇവിടേക്ക് എത്തുന്നതേ ഉള്ളൂ. അല്പസമയത്തിനകം എല്ലാവരും ഇവിടേക്ക് എത്തിച്ചേരുന്നതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. വസ്ത്രങ്ങളും കൂടാതെ ആളുകളും എല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമുക്കിതാ പള്ളിയുടെ ഉള്ളിലാണ് നമ്മളുള്ളത്. ഇവിടെ ഈ അല്പസമയം കഴിഞ്ഞാൽ കരോൾ ഗാനം ആലപിച്ചു കഴിഞ്ഞാൽ ഇവിടെ വിശ്വാസികളെല്ലാം തന്നെ എത്തിച്ചേരുന്നതാണ്. കൂടാതെ തന്നെ നമ്മുടെ കൂടെയുള്ളത് ഇപ്പോൾ ഈ കുറ്റിച്ചിറ കൗൺസിലർ കൂടിയായിട്ടുള്ള ഫാത്തിമ തെഹലിയാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഈ ചർച്ചിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ആദ്യമായിട്ടാണോ ഇത്തരത്തിൽ പള്ളിയിലേക്ക് എത്തുന്നത്? അല്ല, പള്ളിയിൽ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ടല്ലോ. ഇന്ന് ക്രിസ്മസ് ഈവ് നൈറ്റാണ്. അപ്പം എല്ലാവരും ഇവിടെ ബഹുമാനപ്പെട്ട പിതാവിനെ കാത്തിരിക്കുകയാണ്. പിതാവിൻ്റെ കുർബാനയാണ് ഇവിടെ. പാതിര കുർബാന നമ്മുടെ പിതാവാണ് അതിന് കാർമ്മികത്വം വഹിക്കുന്നത്. അപ്പോൾ വിശ്വാസികളായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം കുറ്റിച്ചിറയിലുള്ള എല്ലാ ക്രൈസ്തവ വിശ്വാസികളും ഇവിടെ ഉണ്ടാകും. അപ്പോൾ അവരെയൊക്കെ നേരിട്ട് കണ്ട് അവർക്ക് എൻ്റെ ആശംസകൾ അറിയിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതുതന്നെയാണ് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലും കൂടി അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം ഇവിടെയുള്ള കർമ്മങ്ങളും കൂടാതെ തന്നെ പാതിര കുർബാന ഉൾപ്പെടെ. എന്തായാലും ക്രിസ്മസ് എന്ന് പറയുന്നത് സഹോദര്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഒക്കെ ആഘോഷമാണ്. അത്തരത്തിലുള്ള കാഴ്ചയാണ് കോഴിക്കോട് നിന്നും കാണുന്നത് എന്നുള്ളതാണ്. കോഴിക്കോട് മാത്രമല്ല, ലോകമെമ്പാടും ഇപ്പോൾ ക്രിസ്മസിന്റെ ആഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. പലയിടങ്ങളിലും നാളെയല്ല ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പലയിടത്തും പിന്നീട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ക്രിസ്മസ് ആഘോഷിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നാളെ ക്രിസ്മസ് ആഘോഷിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ചടങ്ങുകളിലേക്കും പ്രാർത്ഥനകളിലേക്കും ഒക്കെ കടന്നിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങളാണ് ചന്തുവും ആകാശും നൽകിയത്.